Hello, good morning. Good morning, ma'am. Good morning. Morning. കേൾക്കണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, കേൾക്കണ്ടോ? ഉണ്ട് മാം. Yes. Okay, so good morning once again. നമുക്ക് തുടങ്ങാം. നമ്മള് കഴിഞ്ഞ ദിവസം പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയില്ലേ? ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയോ? ചാപ്റ്ററിന്റെ പേര് അറിയില്ല? പറയ്. തുടങ്ങിയപ്പോ ആരും ഉണ്ടായില്ലേ? ആർക്കും അറിയില്ല. ടൈപ്പെങ്കിലും ചെയ്യ്. ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയത്. ഞാൻ തുടങ്ങിയ ചാപ്റ്ററിന്റെ പേര് മെറ്റീരിയൽസ് മാനേജ്മെന്റാ. സ്വപ്നം കാണാണോ? യെസ്, ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. മെഡിക്കൽ റെക്കോർഡ്സ്. മുഖം മാറിയിട്ടുണ്ട് ട്ടാ. ആള് മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇവിടെ ഡിസ്പ്ലേ കിടക്കണ്ടായിരുന്നു. അത് ചിലപ്പോ ഫ്രൈഡേയില് എടുത്ത ക്ലാസ് ആയിരിക്കാം. വേറെ ഏതെങ്കിലും മിസ്സുമാര് ഞാൻ എടുത്ത് നിർത്തിയിട്ട് പോയ ചാപ്റ്റർ ആയിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ എന്റെ ചാപ്റ്ററിന്റെ കാര്യം ചോദിച്ചത്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിപ്പിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചു. മെഡിക്കൽ റെക്കോർഡ് 6th ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും എടുത്തോണ്ട ചാപ്റ്റർ മാറിപ്പോകല്ലേ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ല, മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. മെഡിക്കൽ റെക്കോർഡ്സ് നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റൽസിലും ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പോ എന്താ പറയാ, ഹോസ്പിറ്റൽസിന്റെ പ്രോട്ടോകോൾ അല്ലെങ്കിൽ റെഗുലേഷൻസ് ഫോർ അക്രഡിറ്റേഷൻ പർപ്പസ്, ഇതെല്ലാം വേണ്ടി എല്ലാ പേഷ്യൻസിന്റെയും
മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം എന്നുള്ളത്. മീൻസ് ആരാണ് പേഷ്യന്റ്, ആരാണ്, എന്തിനാ വന്നത്, അല്ലെ, അതിന്റെ റീസൺ എപ്പോഴാ വന്നത്, അല്ലെ, ഇതിനൊക്കെ ഓരോ ചോദ്യത്തിനും ഉത്തരം ചില സമയത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ കണ്ട പേഷ്യൻസ് മുഴുവൻ വരുന്നത് എല്ലാവർക്കും അവരുടെ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ജോലിക്കാർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോ ഒക്കെ നമ്മുടെ ഈ മെമ്മറിയിലൊന്നും ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അല്ലെ. എത്ര ഭയങ്കര ഇന്റലിജന്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഇതെല്ലാം സേവ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ ഡിലീറ്റഡ് ആയി പോകും കുറെ കഴിയുമ്പോ, അല്ലെ. അപ്പൊ മറന്നു പോകും നമ്മള് ഇന്ന സമയത്ത് ഏത് സമയത്ത് വന്നു എന്ന് ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല. ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് പറയുമ്പോൾ ഓക്കെ ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഓർമ്മ വന്നിരിക്കും. അത് എപ്പോഴാ വന്നത്, എന്തൊക്കെ മെഡിസിൻസ് അവർക്ക് കൊടുത്തു, ഇതൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ വന്നൊന്നും വരില്ല. സോ ഫോർ എവറി ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ അതൊരു ലീഗൽ റെക്കോർഡാണ്. ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ, ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ, ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലാബിലെ റിസൾട്ട് ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ആൾക്കാരെ ഏതൊക്കെ എന്താ പറയാ ഏരിയാസിലാണ് ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത്, അപ്പൊ അവർക്കൊക്കെ ഫേവർ ചെയ്യാൻ വേണ്ടി, അല്ലെ. കാരണം ഇപ്പോ സംതിങ് ഹാപ്പൻസ്, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ലീഗൽ ആയിട്ടുള്ള ആളുകൾ വന്ന് അതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ വി ഹാവ് ടു ഗിവ് ദ കറക്റ്റ് ഡീറ്റെയിൽസ്, അക്യുറേറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ കാര്യങ്ങൾ നടക്കില്ല. ക്ലിയർ ആയിട്ട് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്കറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് തന്നെയാ പറയണ്ടേ. അല്ലാണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറ്റില്ല. മാത്രമല്ല ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്ത് കൃത്യമായിട്ട് റെക്കോർഡ്സിൽ കാണിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഹോസ്പിറ്റൽസ് ഹാവ് ടു പുട്ട് ടുഗദർ ഓൾ ദീസ് റെക്കോർഡ്സ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പേഷ്യന്റ്. ഇപ്പൊ ഞാനെന്ന് പറയുന്നൊരു രോഗി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അവിടെ കുറെ റെക്കോർഡ് ഉണ്ട്. രജിസ്ട്രേഷൻ പോയിന്റിൽ നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസ്, ദാറ്റ് മീൻസ് നമ്മുടെ പേരും വയസ്സും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലമൊക്കെ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യുന്നു, അവർ നമുക്ക് ചീട്ട് തരുന്നു. പിന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസിന് വേണ്ടി നമ്മൾ ഫാർമസിയിൽ പോകുന്നു, അവിടെയും അത് റെക്കോർഡ്സ് വരും. ഇന്ന ബന്ധമൊക്കെ ഇന്ന പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരവരുടെ സിസ്റ്റത്തിൽ അന്നേരം സേവ് ചെയ്ത് പോകുന്നുണ്ട്. ഇതെല്ലാം കൂടിയും ചേർത്തിട്ടാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന റെക്കോർഡായി മാറുന്നത്, അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ there may be several records for different types of patients coming to the hospital. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഒറ്റ റെക്കോർഡല്ല, എല്ലാ പേഷ്യൻസിനും വിവിധ റെക്കോർഡുകൾ അപ്പൊ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ പറയാ കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ റെക്കോർഡാക്കി ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. Okay, if some unfair circumstances or situations occur in a hospital, അപ്പോ നമ്മുടെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ എന്താ പറയാ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിനെതിരെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റെക്കോർഡ്സ് ഒക്കെ നമുക്കൊരു എവിഡൻസ് ആയിട്ട്, പ്രൂഫ് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ റെക്കോർഡ്സിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പോയിന്റ് മെഡിക്കൽ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ, വന്ന എല്ലാവരും വരാനുള്ള ആൾക്കാർ വരാനും കൂടി വേണ്ടിയിട്ട് 5-6 മിനിറ്റ് ഞാൻ അതിനു വേണ്ടി കളയുന്നേ. ഓക്കെ, ഇനി നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയിട്ട് ഇടയിൽ കയറുമ്പോ ചിലപ്പോ മനസ്സിലായില്ലെങ്കിലോ അത് കാരണമാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി തുടങ്ങാനുള്ളത് അടുത്താണ് സ്റ്റാൻഡേർഡ്സ് ഫോർ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. ഇനി എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ മെഡിക്കൽ റെക്കോർഡുകൾ ഇങ്ങനെ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്? അപ്പൊ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ചില പർട്ടിക്കുലർ പെർപ്പസിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ദ 3 ഇമ്പോർട്ടന്റ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റൽസും അതിന്റെ റെക്കോർഡുകൾ, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡുകൾ. അതായത് ബൈ ആൻ എക്സ്പേർട്ട്, അതായത് ഫോർ എന്താ പറയുക, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരുപാട് സേവനങ്ങൾ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ സേവനമായിരിക്കാം, മറ്റ് സ്റ്റാഫ് അംഗങ്ങളുണ്ട്, നഴ്സസ് ഉണ്ട്, മറ്റ് ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഓരോ ഫീൽഡ് മീൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ, ഹൗ ദേ ബിഹേവ് ഓർ ഹൗ ദേ കൺസിഡർ ദ പേഷ്യൻസ്, നമ്മളുടെ പേഷ്യൻസിനെയൊക്കെ അവരെങ്ങനെ കൺസിഡർ ചെയ്യുന്നു, ആ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെർട്ടുകൾ എന്ന് വെച്ചാൽ എത്രത്തോളം നല്ലൊരു ഹോസ്പിറ്റലാണ്, എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ നല്ലത് ചീത്തയൊക്കെ മനസ്സിലാക്കുക. ദ സർവീസസ് ദേ പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളുടെ രീതി അനുസരിച്ചിട്ടാണ്, അല്ലെ. അവരെങ്ങനെയാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ. അത് വളരെ എന്താ പറയാ അവർക്ക്
എല്ലാ പേഷ്യൻസിനെയും ഒരുപോലെ കൺസിഡർ ചെയ്തു. ചില ആളുകളോട് ചില ഡിസ്ക്രിമിനേഷൻസ് അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവർക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യണം. സോ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്. അപ്പൊ അതിന്റെ ഒരു നിലവാരം, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ ഒരു ക്വാളിറ്റിയും മറ്റൊക്കെ കാര്യങ്ങൾ പരിശോധിക്കാൻ. അപ്പൊ അതെങ്ങനെ പരിശോധിക്കാം? അത് എക്സ്പേർട്ടുകൾ പരിശോധിച്ചോളും. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ എക്സ്പേർട്ടുകൾ അത് നോക്കുന്നത്? ഇങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡുകളുടെ അവർ റെക്കോർഡിൽ നോക്കിയിട്ടാണ് എങ്ങനെയൊക്കെയാണ് ഓരോ പേഷ്യൻസിനെ ഇന്ന സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിനെ ഹൗ ദേ ഹാൻഡിൽ, ഹൗ ദേ ട്രീറ്റ് ദാറ്റ് പേഷ്യൻസ്, എങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണം. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിസിൽ തന്നെയാണ്. അല്ലാണ്ട് ഹോസ്പിറ്റലിന്റെ പുറത്ത് ആ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഹോസ്പിറ്റലിന്റെ വലിപ്പവും അതിന്റെ ഫർണിഷിങ്ങും മറ്റുമൊക്കെ കണ്ടിട്ട് ഓൾസോ നല്ലൊരു ഹോസ്പിറ്റലാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ബിൽഡിങ്ങിന്റെ എന്താ പറയാ, വലിയ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്, ഒത്തിരി വലിയൊരു പ്രമിസസ് ഉണ്ട്, അതിന് ഒരു വലിയ ഏരിയ ആണ് അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല ഒരു ഹോസ്പിറ്റലിന്റെ സർവീസ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ? ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മരുന്നുകൾ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അവരുടെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ അവരെങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് വേണം. സോ ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ മെഡിക്കൽ റെക്കോർഡ്സ്. തീർച്ചയായിട്ടും ആ സ്റ്റാൻഡേർഡുകൾ, ആ നിലവാരങ്ങൾ നമ്മൾ ഒത്തുനോക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് ബൈ സം എക്സ്പേർട്സ്. അത് കൈകാര്യം ചെയ്തവര്, ആ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ പരിശോധിക്കുന്ന ആളുകൾ, എക്സ്പേർട്ടുകൾ ഉണ്ട്. അതെന്ന് വെച്ചാൽ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഒക്കെ കണക്കുകളൊക്കെ മറ്റും നോക്കി, കണക്കുകൾ നോക്കുക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡുകൾ കൃത്യമായിട്ട് ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, യാതൊന്നും വിട്ടുപോകുന്നില്ല, എല്ലാ കൃത്യമായ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം നോക്കുന്നത് എക്സ്പേർട്ടുകൾ നോക്കും, അതൊക്കെ വേണം. സോ അത് നോക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിസിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽസ് എല്ലാ ഹോസ്പിറ്റൽസും മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ ഒരു പർപ്പസിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ അതാണ്. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് വൺ, അടുത്ത പോയിന്റ് എന്താ? അക്കോർഡൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്സ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റാൻഡേർഡുകൾ, ആ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽസിന് ലൈസൻസിങ്ങും അക്രഡിറ്റേഷനും ഒക്കെ കിട്ടുള്ളൂ. അപ്പോ ഇഫ് ദ ഹോസ്പിറ്റൽസ് ആർ നോട്ട് പ്രൊവൈഡിങ് quality treatment to the patients and also doing some discrimination with some patients, ചില രീതിയിലുള്ള വിവേചനങ്ങൾ ചെയ്യുന്നു, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോ ഈ സ്റ്റാൻഡേർഡുകളും ഈ റെക്കോർഡൊക്കെ നോക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും, എക്സ്പേർട്ടുകൾ അത് പരിശോധിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുകയില്ല, ഇവര് നല്ല രീതിയിൽ എല്ലാ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പല സ്ഥലങ്ങളിലും ചില ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ ലൈസൻസിങ്ങിനെ ബാധിക്കും. അപ്പൊ ലൈസൻസിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ എക്സ്പേർട്ടുകൾ വിലയിരുത്തുന്ന സ്റ്റാൻഡേർഡുകളിൽ നിന്നാണ്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് നോക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. അപ്പൊ നല്ല രീതിയിലുള്ള കൃത്യമായിട്ട് ഓരോ കാര്യവും ഓരോ പേഷ്യൻസിനും ചെയ്യുന്നത് കൃത്യമായിട്ട് റെക്കോർഡ്സിൽ ആവണം. എന്നാൽ മാത്രമാണ് they will get the licensing and also accreditation from NAB. നാബിൽ നിന്നൊക്കെ അവർക്ക് അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ അത് മാത്രമല്ല അവർക്ക് അതനുസരിച്ചുള്ള പേയ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പർപ്പസിന് വേണ്ടിയും നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ വളരെ മസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. Clear ആയോ? Accordance with the standards is normally a condition of licensing, accreditation or payment of service. Clear ആയോ? മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്. Yes, and the last one, hospitals must have to compulsorily keep its medical records which are in correct order, correct form, അല്ലെ, കൃത്യമായിട്ട്, and also in timely manner. ആവശ്യമുള്ളപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യേണ്ട രീതിയിൽ കൃത്യസമയത്തിന് അക്യുറേറ്റ് ആയിട്ട് മെഡിക്കൽ റെക്കോർഡൊക്കെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. അത് പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അക്യുറസി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. പെർഫെക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് that information can be retrieved at any time. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കണക്കെടുപ്പുകളൊക്കെ നടത്തുന്ന സമയത്ത് ആ സമയത്തും പിന്നെ എപ്പോഴൊക്കെയാണ് നമുക്ക് ഇത്തരം ഇൻഫോർമേഷൻസ് ഉപയോഗം വേണ്ടത് ആ സമയത്ത് നമുക്ക് അത് പോയി റിട്രീവ് ചെയ്തെടുക്കാൻ ആ റെക്കോർഡ്സിനെ നമുക്ക് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പല വിലയിരുത്തലുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഇൻഫോർമേഷൻസ് അക്യുറേറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ടൈംലി മാനറിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ് സർവീസസിന്റെ പ്രധാനമായിട്ടുള്ള ഇത് നൽകുന്ന ചില സേവനങ്ങൾ. മെഡിക്കൽ റെക്കോർഡ് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതിന് മൂന്ന് ഉത്തരവാണ് ഇതുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ എക്സ്പേർട്ടുകൾ അവരുടെ റൂൾ അനുസരിച്ച്
അതായത് അവരുടെ നിയമപ്രകാരം അതിന്റെ ഹോസ്പിറ്റൽസിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ അവരുടെ കെയറിങ്ങിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പരിശോധിക്കുന്ന എക്സ്പേർട്സ് ഒരു സ്റ്റാൻഡേർഡ്സ് കണക്കാക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിസിലാണ്. ഈ മെഡിക്കൽ റെക്കോർഡ്സിന്റെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഹോസ്പിറ്റൽസിന് ലൈസൻസിങ്ങും പേയ്മെന്റ് ഓഫ് സർവീസ് അല്ലെങ്കിൽ അക്രഡിറ്റേഷനും ഒക്കെ കിട്ടുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നത് കറക്റ്റ്ലി ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. ടൈംലി മാനറിലാണെങ്കിൽ എന്ത് ചെയ്യാം, വി ക്യാൻ റിട്രീവ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസ്. കണക്കെടുപ്പുകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഉപയോഗിച്ച് എടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് അത് കറക്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ടൈംലി മാനറിലും മെഡിക്കൽ റെക്കോർഡ്സ് ഡോക്യുമെന്റ് ചെയ്യണം. മനസ്സിലായോ? 3 പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിലെ ആ പേഷ്യൻസിന്റെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അവരുടെ റെക്കോർഡ്സിൽ, മെഡിക്കൽ റെക്കോർഡ്സിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യും. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ തിങ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻപേഷ്യൻസ് റെക്കോർഡ്സ്. ഇൻപേഷ്യന്റ് റെക്കോർഡിൽ എന്തൊക്കെ വേണം നോക്കാം. അറ്റ്ലീസ്റ്റ് ആണ് ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും കാര്യങ്ങൾ. ചുരുങ്ങിയത് കുറെ ഉണ്ട് കേട്ടോ, നോക്കാം. അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, അതായത് ഒരു വ്യക്തിയെ, ആ ഒരു പേഷ്യന്റിനെ മറ്റൊരു പേഷ്യന്റുമായിട്ട് ക്ലാഷ് ആകാതെ ആ ഒരു വ്യക്തിയെ മാത്രം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഐഡന്റിഫിക്കേഷൻ ഡാറ്റ വേണം ശേഖരിക്കാൻ. ഇപ്പൊ ഒരേ പേരിലുള്ള ഇഷ്ടംപോലെ പേഷ്യൻസ് വരും, ഒരു ദിവസം തന്നെ വരില്ലേ? ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരേ പേരിലുള്ള കുറെ പേഷ്യൻസ് വരാം, ഒരേ പ്രായത്തിലുള്ള ഒരേ പേരിലുള്ള. കേട്ടോ, അപ്പൊ 2 മാനദണ്ഡം അവിടെ എടുത്തു. അപ്പൊ നോക്കുമ്പോ എന്താ, ഒരേ പ്രായത്തില് ഒരേ എന്താ പറയാ പേരുള്ള ചിലപ്പോ ഒരു എന്താ പറയാ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തിൽ ഒരുപാട് പേര് വരാം, 1, 2, 3 പേരൊക്കെ വരാം. ഓക്കെ, ഇനി ഇത് പോരാതെ ഒരേ സ്ഥലത്തുനിന്ന് വരാം. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നമ്മളെ ചോദിക്കുന്നത് ചെല്ലുമ്പോ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ രജിസ്ട്രേഷൻ പോയിന്റിൽ ചീട്ട് എഴുതുന്നോടത്തേ പോകുമ്പോ നമ്മളോട് ആദ്യം ചോദിക്കും, പേര് ചോദിക്കും, നമ്മളുടെ വയസ്സ് ചോദിക്കും, മെയിൽ ഓർ ഫീമെയിൽ എന്ന് ചോദിക്കും. കാണുമ്പോ മനസ്സിലാവും നമ്മൾ ചോദിക്കും വന്നാലും. അപ്പൊ കാണുമ്പോഴും അവർക്കറിയാലോ. പിന്നെ ചിലപ്പോ വേറെ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെന്നേക്കണേ, ചിലപ്പോ ആളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളെ അവിടെ മാറ്റി എത്തിയിട്ട് നമ്മുടെ ആയിരിക്കും ചെന്നേക്കണേ. അപ്പൊ പേര് പറയുമ്പോൾ ചിലപ്പോ ചില പേരുകൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, വെദർ മെയിൽ ഓർ ഫീമെയിൽ. അപ്പൊ അങ്ങനെ അത് ചോദിക്കും. പിന്നെ എന്താ പറയാ, നമ്മളുടെ സ്ഥലം, നമ്മൾ വരുന്ന സ്ഥലം ചോദിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഒരുപോലെ എല്ലാം വരുന്ന കുറെ പേഷ്യൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് പറയുന്നത് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഡാറ്റ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത് അവര് വെക്കണം. മനസ്സിലായോ? 1ാമത്തെ പോയിന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡ് ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ അവരുടെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ നമ്മൾ ശേഖരിച്ചു വെക്കണം. പിന്നെ ഒരു ഡീറ്റെയിൽ മെഡിക്കൽ ഹിസ്റ്ററി വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ഇൻ പേഷ്യന്റ് സർവീസ്. അതായത് അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസിന്റെ ഒരു ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി, ആൾക്ക് എന്താണ് അസുഖം അതിനെ കുറിച്ച്. അപ്പൊ ചിലപ്പോ എന്താ പറയാ, ആദ്യം തന്നെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് എല്ലാ കാര്യവും ചിലപ്പോ ഡോക്ടർക്ക് അപ്പൊ തന്നെ മനസ്സിലായെന്ന് വരില്ല. അപ്പൊ അഡ്മിറ്റ് ചെയ്തിട്ട് ചിലപ്പോ ചില ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടി വരും. ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ ഡോക്ടർക്ക് അതെന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിലും വിതിൻ 24 hours, അതായത് 24 മണിക്കൂർ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന കംപ്ലീറ്റ് മെഡിക്കൽ ഹിസ്റ്ററി എന്ത് ചെയ്തിരിക്കണം, അതും റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ ഇയാളുടെ രോഗമൊക്കെ എനിക്ക് മനസ്സിലായി, ടെസ്റ്റ് റിസൾട്ട് ഒക്കെ വന്നപ്പോ മനസ്സിലായെന്ന് പറഞ്ഞ് മനസ്സിൽ കൊണ്ടെടുക്കല്ല. അത് ആള് ടെസ്റ്റ് എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ടെസ്റ്റ് റിസൾട്ട് ഒന്നും ഇന്നതാണ് കാരണം, ഇന്നതിന്റെ ഡെഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടുതലാണ് ആ ശരീരത്തിൽ, അതുകൊണ്ടാണ് ഈ രോഗം. ഇത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം, കൃത്യമായിട്ട് അത് എഴുതി എവിടെയെങ്കിലും പിടിപ്പിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ 24 hours ഇൻ പേഷ്യൻസിന്റെ എന്താണ് മെഡിക്കൽ ഹിസ്റ്ററി കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? 2ാമത്തെ പോയിന്റ്. ഇതിങ്ങനെ പോയിന്റ് വായിച്ച് പറയാവുന്നതുള്ളൂ. കാരണം ആ ഒരു ഇൻഫർമേഷൻസ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിൽ തീർച്ചയായും പേഷ്യൻസിനെ ഹോസ്പിറ്റലൈസ് ചെയ്താൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. അടുത്തത് ഫിസിഷ്യൻ അസസ്മെന്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ഫസ്റ്റ് 24 hours. അതായത് ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ടാണ് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആക്കിയത്. പക്ഷെ അതിനുശേഷവും പിന്നീട് അപ്പൊ ആൾക്ക് ഇൻപേഷ്യന്റ് ആക്കാൻ, ഹോസ്പിറ്റലൈസ്ഡ് ആക്കാൻ വാർഡിലോ റൂമിലോ എവിടെയെങ്കിലും ആളെ വിട്ടിട്ട് അവിടെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി ടെസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോളാനൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് പിന്നെയും ഒരുപാട് പേഷ്യൻസിനെ ചിലപ്പോൾ അവർക്ക് നോക്കേണ്ടി വരും, അല്ലെ? അപ്പൊ അതിന്റെ ഇടയിൽ സമയമൊക്കെ ചില ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
എന്നാലും 24 hours ഈ ഇൻപേഷ്യന്റ് ആക്കിയിരിക്കുന്ന പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള അസസ്മെന്റ് നടത്തിയിരിക്കണം. എന്താണ് ആൾക്ക് രോഗം എന്ന് കണ്ടെത്തിയിരിക്കണം. എന്നുവെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് പേഷ്യന്റിൽ അവിടെ കിടക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാമെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. 24 hours ആ പേഷ്യന്റ് കൃത്യമായിട്ട് അസസ് ചെയ്തിരിക്കണം, വിലയിരുത്തിയിരിക്കണം എന്താണെന്നുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? അപ്പൊ അതും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അതും റെക്കോർഡ് ചെയ്യണം. പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. ചില പ്രത്യേക കാര്യങ്ങൾക്ക് പേഷ്യന്റിന്റെയും പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ബൈസ്റ്റാൻഡേഴ്സിന്റെയും ഒക്കെ ചിലപ്പോൾ കൺസെന്റ് വേണ്ടി വരും. കൺസെന്റ് എന്നുവെച്ചാൽ സമ്മതം ചിലപ്പോ എന്തെങ്കിലും ഒരു ടെസ്റ്റ് നടത്തുന്നു, ആ ടെസ്റ്റിന് ചിലപ്പോൾ ആളുടെ സമ്മതം. എല്ലാത്തിനും അങ്ങനെ എന്താ പറയാ ചോദിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോഴൊക്കെ സഡൻ തന്നെ അടുത്തത് പറഞ്ഞിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്താ പറയാ നമ്മളുടെ ചില ടെസ്റ്റുകളൊക്കെ നടത്തണമെങ്കിൽ ആ പേഷ്യന്റിന് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ കൂടെയുള്ളവര് സമ്മതം ചോദിക്കേണ്ടി വരും. ഇന്നതാണ്, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഇത് ചെയ്തോട്ടെ. ആ സമ്മതം വെറുതെ വാഗോണ്ട് ചോദിച്ചു, വാഗോണ്ട് അവർ ഉത്തരം പറഞ്ഞു, പറ്റില്ല. വാഗോണ്ടല്ല, അവർക്ക് അതിനുള്ള കൺസെന്റ് ഫോം ഉണ്ട്. ഫോം അവിടെ കൊടുത്തിട്ട് അവരെ കൊണ്ടത് അവര് തയ്യാറാണോ അല്ലേ എന്നുള്ളത് അവര് സമ്മതം വാങ്ങിക്കുക. ഓൾസോ അവരെ കൂടി സൈൻ ചെയ്യുക. അപ്പൊ ഒരു കൺസെന്റ് എന്തെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് തീർച്ചയായിട്ടും അവിടെ റെക്കോർഡായിട്ട് വേണം. ക്ലിയർ ആയോ? പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നൊരു ഇതുണ്ട്, ആൾക്ക് ഒരു അനസ്തീഷ്യ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കണം. അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ കൊടുക്കണമെന്ന് പറഞ്ഞു, പേഷ്യന്റ് പറയണം ഓക്കെ കുഴപ്പമില്ല ഡോക്ടർ ചെയ്തോ. ഇതിങ്ങനെ വാഗോണ്ട് പറയോ തലയാട്ടിയത് കൊണ്ടൊന്നും പറ്റില്ല. ഇതൊരു ലീഗൽ കാര്യങ്ങളാണ്. കാരണം ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ചിലപ്പോൾ പേഷ്യന്റിന് സംതിങ് വിൽ ഹാപ്പൻ അല്ലെ, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സംഭവിക്കാം. സംഭവിച്ചു പോയി കഴിയുമ്പോൾ അയ്യോ ഇത് പേഷ്യന്റിനോട് ചോദിച്ചിട്ടില്ല, ഞങ്ങളോട് ചോദിച്ചില്ല, അങ്ങനെ പല വിശേഷങ്ങളും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലെ. പല എന്താ പറയാ കഥകൾ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പല സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ. അവരോട് ചോദിക്കാതെ ചെയ്തുന്നോ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാതെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പരാതികളൊക്കെ ആയിട്ട് പോകുന്നത് കാണാം. എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ ഇതൊക്കെ വരുള്ളൂ. അത് സംഭവിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, അത് ആളോട് ചോദിക്കാണ്ട് തന്നെ ഉള്ളൂ. പക്ഷേ ഇത് എല്ലായ്പ്പോഴും അത് എന്താ പറയാ എന്തെങ്കിലും ഒരു പേഷ്യൻസിന് സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, പേഷ്യന്റിന്റെ കൺസെന്റ് എന്ത് ചെയ്യണം, വാങ്ങിക്കുകയും അതിന്റെ ഒരു പ്രൂഫ് അവിടെ വേഗം വെക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മുടെ ചികിത്സാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ്, ഒരു ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാലൊക്കെ എന്തെങ്കിലും കുടിഞ്ഞു അതിന്റെ ക്ലസ്റ്റർ ഇട്ടു അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോ ഇവരുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വല്ല ടെസ്റ്റോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളോ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ കൃത്യമായിട്ട് ഇന്ന സാധനം ടെസ്റ്റ് ചെയ്തു, ഇന്ന ടെസ്റ്റിന് വേണ്ടി എടുത്തു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ്സിൽ തന്നെ വേണം. ഇല്ലാതെ അതല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും ഇല്ലാതെ ഒരു കാര്യവും പേഷ്യന്റിന് ചെയ്യാൻ പറ്റില്ല. പേഷ്യന്റിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയാം അവിടെ ഒരു എംപ്ലോയിയുടെ കോൺട്രാക്ട് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യന്റിനെ നോക്കണം, ചികിത്സിക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ വരാം. അല്ലാതെ വെറുതെ ഒന്നും ആരും ഹോസ്പിറ്റലിൽ വരില്ല അല്ലെ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പോകുന്ന സ്ഥലമല്ല ഹോസ്പിറ്റല്. നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറെ മുമ്പിൽ ഒരു രോഗി വന്നിരിക്കുമ്പോൾ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ്. വന്നിരിക്കുന്ന രോഗിയെ ഞാൻ ചികിത്സിക്കണം, ഞാൻ രോഗത്തിന് ചികിത്സിക്കാനാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. പക്ഷെ ആ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കൂടി ഓരോ കാര്യങ്ങളും ആ രോഗിയിൽ ചെയ്യുമ്പോൾ അതെന്തൊക്കെയാണ് കൃത്യമായി അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളും അതുപോലെ തെറാപ്യൂട്ടിക് ചികിത്സ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അതിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? 5ാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇനി പിന്നെന്താ, പാത്തോളജി, എന്തെങ്കിലും ഡിസീസസിന്റെ ഇതൊക്കെ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇന്ന രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തു, അത് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അയച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. പിന്നെ ലാബ് റിപ്പോർട്ടുകൾ, ലാബിൽ നിന്നും കണ്ടെത്തിയ വല്ല പരിശോധനകളിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ, റേഡിയോളജിയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകൾ, സ്കാനിങ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ലാബ് ടെസ്റ്റ് ആയിക്കോട്ടെ, സ്കാനിങ് ആയിക്കോട്ടെ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയാ, അതുപോലെ എന്തെങ്കിലും ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് അയച്ചിട്ട് എവിടെയെങ്കിലും കൊടുത്ത് നമുക്ക് ചിലപ്പോ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തൊക്കെ ചെയ്തോ അതും എന്തായാലും റെക്കോർഡ്സിൽ തന്നെ വേണം. ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക ചികിത്സയുടെ ഭാഗമാണ്. അപ്പൊ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ എടുക്കണം എന്നൊന്നും വാങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഓരോ രോഗിയിലും ചെയ്യുന്നത്, ഇൻപേഷ്യൻസ് ആകുന്ന പേഷ്യൻസിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും എല്ലാം റെക്കോർഡ് ചെയ്യണം. അത്രയുള്ള കാര്യം. മനസ്സിലായോ?
അതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് പറയുന്നു എന്ന് മാത്രം. മനസ്സിലായോ? പാത്തോളജി സ്റ്റേറ്റ്മെന്റ്, ക്ലിനിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ റേഡിയോളജി, ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുള്ള ടെസ്റ്റുകൾ, എവറിത്തിങ് എല്ലാ സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. ഇനി ഡോക്ടർമാര് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ കുറിക്കുന്ന കുറിപ്പുകള്, ഇന്ന രോഗി ഞാൻ ചെന്നിരുന്നു, എനിക്ക് ഇന്ന സുഖം രോഗമൊക്കെ കേട്ടുകഴിയുമ്പോ ഡോക്ടർ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു, ഇത് കുഴപ്പമില്ല, ഇന്ന മരുന്ന് ആ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചാൽ മതി എന്നൊന്നല്ലല്ലോ പറയാ. കൃത്യമായിട്ട് എഴുതും ഡോക്ടർ, ഇങ്ങനെ നമ്പറിൽ തന്നെ എഴുതും ഡോക്ടേഴ്സ് അല്ലെ, ഇങ്ങനെ 1, 2, 3 എത്ര മരുന്നൊക്കെ ഇട്ടോ കൃത്യമായിട്ട് എഴുതുന്നു അല്ലെ, എത്ര സമയം കഴിക്കണം അതും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. ലാസ്റ്റ് ഡോക്ടറുടെ സൈൻ അവിടെ ഇടും. എന്നിട്ടാണ് അത് ഫാർമസിയിലേക്ക് കൊണ്ടുവരണം, മരുന്നുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി അല്ലെ. അപ്പൊ പ്രിസ്ക്രിപ്ഷൻസും റിപ്പോർട്ട്സും അതിന്റെ കൺസൾട്ട് ചെയ്ത റിപ്പോർട്ടും ഡോക്ടർ എന്തൊക്കെയാണോ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് അതിനെ കുറിച്ച് ലാസ്റ്റ് റിപ്പോർട്ടും ഒക്കെ കൃത്യമായിട്ട് ഡോക്ടർ തയ്യാറാക്കുന്ന പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്തൊക്കെ പോകുന്നതിന് മുമ്പ്. ആൻഡ് ഓൾസോ പ്രോഗ്രസ് നോട്ട്സ്. ഈ ഓരോ ദിവസവും എന്താ പറയാ രോഗിയുടെ അവസ്ഥ കൃത്യമായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോഴേ ഡോക്ടർ ഈ വെയിറ്റ് ചെയ്യണം, ഡോക്ടർ റൗണ്ട്സിന് പോയിക്കുക എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ, കേട്ടോ നിങ്ങള്? ഡോക്ടർ വരും, റൗണ്ട്സിന് പോയിക്കാണുന്നത് അല്ലെ. ഡോക്ടർ റൗണ്ട് ചെയ്യാൻ പോയതാ, എവിടെയാ ചുറ്റാൻ പോയതാണോ? എന്നിട്ടില്ല, അവിടെ കിടക്കുന്ന ഇൻപേഷ്യൻസിനെ നോക്കാൻ. കാരണം നമ്മളുടെ പേഷ്യന്റ് അവിടെ ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഡോക്ടർമാരും അവര് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് അവരുടെ പ്രോഗ്രസ്, അതന്നെ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയാ പുരോഗമനം അല്ലെ, അവരുടെ എന്തിന്റെ പുരോഗമനം, അവരുടെ രോഗം ഭേദപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. ഇത്തരം വന്ന അവസ്ഥ തന്നെയാണോ, ഇപ്പോഴും യാതൊരു മാറ്റമില്ലേ, നമ്മൾ ഇത്ര മെഡിസിൻ ഒക്കെ കൊടുത്തു, രോഗിയുടെ രോഗത്തിന് എന്തെങ്കിലും എന്താ പറയാ ഒരു കുറവ്, ശമനം വന്നിട്ടുണ്ടോ ഇതൊക്കെ നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും പോകുന്നു, നോക്കുന്നു. ചില ഡോക്ടേഴ്സ് രാവിലെയും വൈകുന്നേരം ഒക്കെ പോകും. അപ്പൊ അവര് കണ്ടെത്തുന്ന പ്രോഗ്രസ്സുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതിനെയാണ് പ്രോഗ്രസ് നോട്ട് ചെയ്യുക. വലിയ ഒരു കാര്യം തന്നെ നമുക്ക് പിന്നെ പഠിക്കാൻ അപ്പൊ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ട്സും പ്രോഗ്രസ് നോട്ട്സും അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെ ഓപ്പറേഷൻസ്, അനസ്തേഷ്യ ഇതൊക്കെ ചെയ്യുമ്പോൾ അനസ്തേഷ്യ കൊടുത്തിട്ട് ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണ് അതിന്റെ റിപ്പോർട്ട്. അനസ്തേഷ്യ ഒക്കെ ചിലപ്പോഴൊക്കെ കൊടുക്കുമ്പോൾ ചില വലിയ അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ പേഷ്യന്റിന് ഉണ്ടാകാം. ചിലപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലാത്ത പേഷ്യൻസിന് പെട്ടെന്ന് ഈ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്ഥിതിയൊക്കെ വളരെ വേഴ്സ് ആയിരിക്കും, വളരെ മോശം കണ്ടീഷൻസിലേക്ക് പോകും. അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഓപ്പറേഷൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചില ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ വിശദവിവരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. മനസ്സിലായോ? ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തേഷ്യ റിപ്പോർട്ട്സ് ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ് ഇതൊക്കെ. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് അറിയാം. എന്തായാലും മെഡിക്കൽ റെക്കോർഡ്സ് മറ്റെന്ത് റെക്കോർഡ്സിനേക്കാളും വളരെ വാല്യുബിൾ ആണ് മെഡിക്കൽ റെക്കോർഡ്സ്. കാരണം അത് മനുഷ്യന്മാരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യജീവന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് ഇല്ല എന്ന് പറഞ്ഞാലോ മിസ്സായാലോ ഒക്കെ വളരെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. എല്ലായ്പ്പോഴും പ്രശ്നങ്ങളിലേക്ക് പോകുന്നല്ല, പക്ഷെ എപ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇതൊക്കെ കണ്ടിരുന്നു, എവിടെയെങ്ങാണ്ട് പോയി ഒരു സോൾവ് ചെയ്യാറ് കുറെ വർഷങ്ങൾക്ക് ശേഷം, ഏതോ ഒരു പ്രായത്തിൽ അവർ പോയതായിരിക്കാം അല്ലെ, 19 വർഷങ്ങൾക്ക് ശേഷം ആളുടെ എന്താ പറയാ അസ്ഥിയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അല്ലെ ഒരു വാർത്ത കേട്ടിരുന്നോ? അങ്ങനൊരു വാർത്ത കേട്ടിരുന്നോ? യെസ്, അത് നോക്കാം. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് എന്ന് വെച്ചാൽ 19 വർഷം കഴിഞ്ഞിട്ട് ആളുടെ ഈ പറയുന്ന സ്കെൽറ്റൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിയുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഭാഗം കിട്ടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് എങ്ങനെ മരിച്ചു അതിന്റെ ഒക്കെ കാര്യങ്ങളിലേക്കൊക്കെ പിന്നീട് അന്വേഷിച്ചു. ചിലപ്പോ ഒരു 10 കൊല്ലം മുമ്പ് മരിച്ച ആളുടെ ഏതെങ്കിലും ഒരു അന്നേരം സ്വാഭാവികമായിട്ടുള്ള മരണമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ തള്ളി കിട്ടുമെങ്കിലും കുറെ കഴിയുമ്പോൾ അതിന്റെ പിന്നാലെ കുത്തിപ്പൊക്കി എന്തെങ്കിലും പൊക്കണമില്ല, ചിലപ്പോ ചില എന്താ പറയാ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഗതികൾ ഒരു എന്താ പറയാ ലൂപ്പ് കിട്ടുമ്പോഴായിരിക്കും അതിനനുസരിച്ച് പിന്നീട് അന്വേഷണങ്ങൾ വരിക അല്ലെ. അപ്പൊ അന്വേഷണങ്ങൾ വേണമെങ്കിൽ വീണ്ടും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ റെക്കോർഡൊക്കെ ചിലപ്പോ ആശുപത്രി കിടന്നതിന്റെ അതിന്റെ ഇതിനൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. അപ്പൊ അതൊക്കെ പോയി എടുക്കേണ്ടി വരും. അപ്പൊ അത് അവിടെ ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. റെക്കോർഡ്സ് കുറെ കാലത്തേക്ക് ചില ഇമ്പോർട്ടന്റ് റെക്കോർഡ്സ് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റൽസിലെ റെക്കോർഡ്സ് ഒക്കെ കുറെ ആയി കഴിഞ്ഞാൽ അവിടെ കുത്തുകൂടി ഈവൺ ഇഫ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടറിലാണെങ്കിൽ സേവ് ചെയ്യുന്നതെങ്കിൽ കൂടി കുറെ കഴിയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറൊക്കെ കുറച്ച് ഇങ്ങനെ
ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലാത്ത ഒരു രീതിയിൽ ലാഗ് ആവും അല്ലെ, ഇടയ്ക്കിടയ്ക്കൊക്കെ വളരെ സ്ലോ ആയി പോകും. എന്നിട്ട് ഇങ്ങനെ കുറെ സമയങ്ങൾ സേവ് ചെയ്യുമ്പോഴാണ് നമ്മള് ക്ലാസ്സുകളൊക്കെ എടുത്തോണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. എല്ലാ സിസ്റ്റത്തിലല്ല, ചില സിസ്റ്റത്തിൽ. ഇപ്പൊ കുറച്ച് പഴയ സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഒരുപാട് ആയല്ലോ. ഇപ്പൊ ക്ലാസ്സുകൾ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതിന് താങ്ങാൻ പറ്റണ്ടേ? ഒരു വണ്ടി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും വെയിറ്റ് ആണ് അതിനകത്ത് ഉൾപ്പെടുത്തുക അല്ലെ. ടൂ വീലർ ഒക്കെ ആണെങ്കിൽ ഇത്ര വെയിറ്റ് ആണ് അതിന് കപ്പാസിറ്റി ഉള്ളത്. പക്ഷെ അതൊന്നും നോക്കൂല. ചില ആൾക്കാർ 4, 5 പേരൊക്കെ കയറിയിരുന്ന് 4 പേരെങ്കിലും ഒക്കെ കയറിയിരുന്നൊക്കെ പോകുന്നത് നമുക്ക് കാണാം ഇല്ലേ. പക്ഷെ എല്ലാത്തിനും അതിന്റെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അതിനേക്കാൾ എബവ് ആയി കഴിഞ്ഞാൽ പല രീതിയിലും അതിന്റെ ആ ഒരു ഫംഗ്ഷനിങ്ങിനെയൊക്കെ കൃത്യമായിട്ട് അത് ബാധിക്കും. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്തത്. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളുടെ റെക്കോർഡ്സ് ഒക്കെ ആയിട്ട് സൂക്ഷിക്കണം. കാരണം കൃത്യമായിട്ട് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പല സാഹചര്യങ്ങളെയും നമുക്ക് ചിലപ്പോൾ ഓവർകം ചെയ്യാൻ സാധിക്കും. പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ നമുക്കത് എവിഡൻസ് പ്രൂഫ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, അവസാനം ഇതും ഉണ്ടായിരിക്കണം. പേഷ്യൻസിന്റെ റെക്കോർഡ്സിൽ വേണ്ട മറ്റൊരു കാര്യമാണ് ഡിസ്ചാർജ് സമ്മറി. ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു സമ്മറി തയ്യാറാക്കി അതും വെക്കണം. ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നറിയാമോ? എന്തിനാണ് അത് എഴുതി തയ്യാറാക്കി തന്നെ വെക്കണം ഹോസ്പിറ്റലിൽ. അതിനകത്ത് റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്തിനാണ് രോഗിയെ അഡ്മിറ്റ് ചെയ്തത്, ആളില് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തു, ആൾക്ക് ഇന്ന രോഗമുണ്ട്, ഇന്ന ഇതുണ്ട്, ഇപ്പൊ കിഡ്നി ഫെയിലിയർ ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും കിഡ്നി ഫെയിലിയർ ആയിട്ട് അഡ്മിറ്റ് ചെയ്തൊന്നല്ല, എക്സാമ്പിൾ. അപ്പൊ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എഴുതണം. പിന്നെ പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റും, ആളില് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ചിലപ്പോ എക്സ്റേ എടുത്തു അതിലെഴുതു, അല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഡ്രസ് ചെയ്തു, അത് എന്തൊക്കെയാണോ ചെയ്ത് ആ ട്രീറ്റ്മെന്റ് കൊടുത്തതൊക്കെ അതും കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി വെക്കണം. ഇനി ഏത് കണ്ടീഷനിലാണ് പേഷ്യന്റ് ഡിസ്ചാർജ് വന്നത്, ഇത്ര രോഗമൊക്കെ ആയിട്ടാണ് പോകുന്ന സമയത്ത് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ഓർ ഹി ഓർ ഷീ, അവർ വളരെ സുഖമായിട്ടാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 80% ഓഫ് ദ രോഗമൊക്കെ റിക്കവർ ചെയ്തിട്ട് ഇനിയിപ്പോ ഇത്രയും ദിവസമൊക്കെ കിടന്നില്ല ഡോക്ടറെ, പോയിക്കോട്ടെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ തന്നെ ഞങ്ങൾ നോക്കിക്കോണം, വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ഡോക്ടർമാർ കുഴപ്പമില്ല, ഓക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മരുന്ന് കഴിക്കുന്ന കാര്യവും ഡയറ്റിന്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ പോകാം അല്ലെ. ചിലപ്പോ ഒക്കെ കുറെ ദിവസമൊക്കെ കിടന്നു കഴിയുമ്പോൾ അവിടുത്തെ റെന്റ് മറ്റൊക്കെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ എന്താ പറയാ പേഷ്യൻസോ റിലേറ്റീവ്സോ ഒക്കെ ചോദിച്ചു വാങ്ങിച്ചു പോകാറുണ്ട് അല്ലെ. അപ്പൊ ഏത് കണ്ടീഷനിലാണ് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ദ ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇസ് ഗിവൻ ടു ദ പേഷ്യന്റ് ഓർ ഫാമിലി മെമ്പേഴ്സ്. ഈ പേഷ്യന്റിനെ ഇങ്ങനെ നോക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ചില ഇൻസ്ട്രക്ഷൻസ് പോകാൻ നേരത്ത് പേഷ്യന്റിനോട് നേരിട്ട് പറയും. പേഷ്യന്റിന് അത് കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു കപ്പാസിറ്റിയിൽ അല്ലാത്ത ആളുകൾ, വയസ്സായവരൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടായിരിക്കും പറയുക. ഓക്കെ, ആൻഡ് ഇതെല്ലാം നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെയാണ് ആളോട് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കണം അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. ഈ മെഡിക്കൽ റെക്കോർഡ്സ് അതിന് എന്ത് ചെയ്യണം, should be kept confidentially. അതായത് ഒട്ടും തന്നെ എന്താ പറയാ മറ്റുള്ളവരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കും എല്ലാവർക്കും വഴിയെ പോകുന്നവർക്കും മഞ്ഞവർക്കും ഒക്കെ കാണാനുള്ള സാധനമല്ല മെഡിക്കൽ റെക്കോർഡ്സ്. ആർക്കാണോ ഏറ്റവും അത്യാവശ്യം വേണ്ടി വരിക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഡോക്ടേഴ്സിന് അവർക്ക് വേണ്ടി എടുത്ത് നോക്കേണ്ടിയിരിക്കാം. ചിലപ്പോ ചില ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഈ പേഷ്യൻസിന്റെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി, എന്തൊക്കെ മരുന്ന് കൊടുത്തൊക്കെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ അവര് ചോദിച്ചിരിക്കാം അല്ലെ. പിന്നെ എന്താ പറയാ ഇതൊക്കെ ഈ പറയുന്ന പോലെ ലീഗൽ പർപ്പസിന് പോലീസോ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായിട്ടൊക്കെ അവര് ചോദിക്കാം, അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ വരുന്ന എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കോൺഫിഡൻഷ്യൽ ആയിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. ആ കോൺഫിഡൻഷ്യാലിറ്റി ഗ്യാരണ്ടി കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ മെഡിക്കൽ റെക്കോർഡുകൾ മറ്റാർക്കും പ്രൊവൈഡ് ചെയ്യുന്നതല്ല, നമ്മളുടെ ഒരു എന്താ പറയാ ഒരു സമ്മതമില്ലാതെ. ഓക്കെ, അത് കൃത്യമായിട്ട് എന്താ പറയാ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ് മെഡിക്കൽ റെക്കോർഡ്സ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും റെക്കോർഡുകൾ സാധാരണ ഇൻപേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആയിട്ട് എല്ലാ ഹോസ്പിറ്റൽസും മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഈ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പറഞ്ഞ പോയിന്റുകൾ അതിന്റെ കൂടുതൽ നമ്മൾ 3 സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അടുത്തത് മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ചില പോളിസീസ് ആണ്. മെഡിക്കൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട ചില നയങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ? ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്ട്രേഷൻ സിസ്റ്റം.
hospitals, in every hospitals, 24-hour working registration system പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റൽസിലും 24 മണിക്കൂർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പോയിന്റിൽ നമ്മുടെ പേരും വയസ്സും നേരത്തെ പറഞ്ഞ പോലെ സ്ഥലവും അതായത് ഇമ്പോർട്ടന്റ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം എല്ലാ ഹോസ്പിറ്റൽസിലും 24 hours വർക്കിംഗിൽ ഉണ്ടായിരിക്കണം. ആർക്കൊക്കെ വേണ്ടിയിട്ട്? ഫോർ ഓൾ ഇൻ പേഷ്യൻസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. ഇൻ പേഷ്യൻസിന് അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിന്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എല്ലാ ഹോസ്പിറ്റൽസിലും അങ്ങനെ 24 hours ഒരു OP വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമാണ്. ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ OP ടൈം എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ അല്ലെ? ഹോസ്പിറ്റൽസിന്റെ മുമ്പിൽ എഴുതി ഉണ്ടാവൂലേ OP ടൈം? ചില ഹോസ്പിറ്റൽസിൽ 9 to 5 ആയിരിക്കാം, ചിലടത്ത് 10 to 4 ആയിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ എന്നാലും അപ്പൊ ഇവര് പറഞ്ഞത് ശരിയാണോ? 24 hours രജിസ്ട്രേഷൻ പോയിന്റ് ഓപ്പൺ ആണ് എന്ന് പറയുന്നത് ആണല്ലോ. അതിനുശേഷം നമ്മൾ ചെല്ലുമ്പോഴും നമ്മളുടെ ഡാറ്റാസ് ഇപ്പൊ വൈകുന്നേരം രാത്രി ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നു നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ കൊണ്ടുപോകാൻ നേരം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെയാണെങ്കിലും അത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ പേര് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുപോയി. അപ്പോഴും നമ്മുടെ പേര് അല്ലാണ്ട് OP ടൈം ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇൻഫോർമേഷൻസ് ഒന്നും വേണ്ട, വേഗം വരെ അവിടെ ഡോക്ടറെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി പറഞ്ഞു. അങ്ങനെയാണോ? പേരും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കും. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചീട്ട് കൊടുത്താൽ മതി. അവര് എന്ത് ചെയ്യും നോക്കും, എന്നിട്ട് ഡോക്ടർ ആരാണോ അവൈലബിൾ ആകുന്നത് അവരെ നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് തരും. ഓക്കെ. അപ്പൊ ഒരു സെൻട്രൽ രജിസ്ട്രേഷൻ പോയിന്റ് ഷുഡ് ബി ദർ വർക്കിംഗ് വിത്ത് 24 hours എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടായിരിക്കണം. ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും വേണ്ടി. അതാണ് രജിസ്ട്രേഷൻ പോയിന്റുമായിട്ട് രജിസ്ട്രേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കാര്യം. പിന്നെന്താ, എല്ലാ പേഷ്യൻസിനും there will be 1 unit record. ഒരു പെർമനന്റ് നമ്പർ വിൽ ബി ഗിവൺ. 1 unit of record. ഒരു യൂണിറ്റ് റെക്കോർഡ്. നമ്മുടെ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ ഒരു പെർമനന്റ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഫോർ അവർ ഫുൾ എപ്പിസോഡ് ഓഫ് കെയർ. എന്ന് പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവനും നമ്മളിപ്പോ ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ ആ ഒരു എന്താ പറയാ ചീട്ട്, ആ ഒരു രജിസ്ട്രേഷൻ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാലഘട്ടം മുഴുവൻ നമുക്ക് അവിടെ അടിയിൽ പോകാം. അതല്ല ചില ഹോസ്പിറ്റൽസിൽ നമ്മൾ കുറച്ചാൾ പോകും, അപ്പൊ വേറെ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ പോകും. ചിലപ്പോ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ആ ഹോസ്പിറ്റലിന് ചില എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ നമുക്ക് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റ് ആണ്, എല്ലാം കൊണ്ടും നല്ല സർവീസസ് ആണ് അവരുടേത്, എല്ലാ കാര്യങ്ങളും അവർ നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു, പറഞ്ഞു തരുന്നു. അത് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇംപ്രഷൻ നമുക്ക് അവരെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എല്ലായ്പ്പോഴും നമുക്കോ നമ്മളുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ അസുഖങ്ങളൊന്നും നമ്മൾ അവിടെ തന്നെ പോകുള്ളൂ അല്ലെ. അപ്പൊ എല്ലാ പേഷ്യൻസിനും ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡ്, ഒരു പെർമനന്റ് നമ്പർ, ഫുൾ എപ്പിസോഡ് ഓഫ് കെയറിന് ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് അത് കിട്ടുക. മനസ്സിലായോ? പിന്നെ ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ചില കാഷ്വാലിറ്റിയിൽ വരില്ലേ, പെട്ടെന്ന് അത്യാഹിതം ആക്സിഡൻസോ മറ്റ് എമർജൻസി സിറ്റുവേഷനിൽ 24 hours പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. അവർക്കാണെങ്കിൽ ഒരു സെപ്പറേറ്റ് രജിസ്ട്രേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് എമർജൻസിയിൽ വരുന്നവർക്കാണ്. കാരണം അവർക്ക് അന്നേരം മറ്റേ രജിസ്ട്രേഷൻ പോയിന്റിൽ ചിലപ്പോൾ ഒരുപാട് തിരക്കൊക്കെ ഉണ്ട്, കുറെ ആൾക്കാരുടെ ചീട്ടൊക്കെ എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത്ര സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാനില്ല. കാരണം ഇവര് എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നതാ അല്ലെ. പെട്ടെന്നൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടണം. അതായത് ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ നിന്ന് അവിടുത്തെ സൗകര്യം നോക്കി നിൽക്കാൻ പറ്റില്ല. കാരണം വി ഹാവ് ടു സേവ് ദ ലൈഫ്. ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അത് 24 hours തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ റെക്കോർഡ്സിന്റെ ചില പോളിസി. രജിസ്ട്രേഷൻ കാര്യത്തിനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് മെഡിക്കൽ റെക്കോർഡ് പോളിസീസ് ഉണ്ട്. ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് പോളിസീസ് ആണ്. മനസ്സിലായോ? ഒന്നാമത്തെ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലെ കാര്യങ്ങൾ മനസ്സിലായോ? 24 hours വർക്കിംഗ് ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം എല്ലാ ഹോസ്പിറ്റൽസിലും ഔട്ട് പേഷ്യൻസിനും ഇൻപേഷ്യൻസിനും വേണ്ടിയിട്ട്. ഈ 24 hours പ്രവർത്തിക്കുന്ന ഇൻപേഷ്യന്റ് അതല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡ്, ഒരു പെർമനന്റ് നമ്പർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാ ഫുൾ എപ്പിസോഡ് ഓഫ് കെയറിലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ പോയിന്റ് ആയിരിക്കും
ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. These three things are very important. നമ്മളുടെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രജിസ്ട്രേഷൻ സിസ്റ്റവും അതിന്റെ അടിയിൽ വന്നേക്കണം 3 പോയിന്റ്. അതൊക്കെ സെക്കൻഡ് സൈഡൊക്കെ നമ്മളുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. അണ്ടർലൈനും ചെയ്തിട്ട് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഇതൊക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. Okay, ready now? Okay, next one, numbering system. അടുത്തത് നമ്പറിംഗ്. ഓരോ വരുന്ന പേഷ്യൻസിനും ഓരോ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു യൂണിറ്റ് ഓഫ് റെക്കോർഡും ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ രജിസ്ട്രേഷൻ പോയിന്റ് അത് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ അവരൊരു നമ്പറിംഗ് സിസ്റ്റം തയ്യാറാകും. എല്ലാ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ സംഖ്യകൾ അത് 6 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് സാധാരണയായിട്ട് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും വേണ്ടി ആറക്ക സംഖ്യ ആ ചെയ്തിന്റെ പുറത്തുണ്ടാവും. ഇതായിരിക്കും നമ്മുടെ ഐഡന്റിഫിക്കേഷൻ കോഡായിട്ട് ഉപയോഗിക്കുന്നവര്. മനസ്സിലായ? ആ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആദ്യം ഒരു 6 ഡിജിറ്റ് നമ്പർ ഒരാൾക്ക് കൊടുത്താൽ അതിന് തന്നെ അതേപോലത്തെ ഒരു നമ്പർ വേറെ ഒരാൾക്ക് കൊടുക്കില്ല. കാരണം ആ ഒരൊറ്റ പർട്ടിക്കുലർ പേഷ്യന്റിനെ മാത്രം ഐഡന്റിഫൈ ചെയ്യാനുള്ള നമ്പറാണത്. അതുകൊണ്ട് ആ 6 ഡിജിറ്റ് നമ്പറാണ് സാധാരണ എല്ലാ ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും കൊടുക്കുന്നത്. When we go to a new hospital, അതായത് പുതിയ പേഷ്യൻസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു. ഇതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമ്മൾ ആരായി അവിടുത്തെ ഒരു പുതിയ പേഷ്യന്റാണ്. ആദ്യമായിട്ട് നമുക്ക് രോഗം വന്നാണോ? അല്ല, വേറെ വേറെ രോഗങ്ങൾക്ക് നമ്മൾ പല സ്ഥലത്തും ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നപ്പോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞോ ഇന്ന ആ ഒരു ഇതിന് ഇന്ന ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ടു ദാറ്റ് ഹോസ്പിറ്റൽ. നമ്മൾ ആ ഹോസ്പിറ്റലിൽ വെച്ച് പുതിയ പേഷ്യന്റ് ആണ്. അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റലില് ആ ഒരൊറ്റ ടൈമിൽ നമുക്ക് ഒരു ആദ്യമായിട്ട് ചിലപ്പോൾ ഒരു നമ്പറാണ് തരിക. ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് വരുമ്പോഴൊക്കെ ആ നമ്പർ തന്നെ തരിക. ഫസ്റ്റ് ടൈമിൽ മാത്രമേ ഒരു ന്യൂ നമ്പർ വിൽ ബി ഇഷ്യൂഡ് ടു ദ പേഷ്യന്റ്. ന്യൂ പേഷ്യൻസ് പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന് ഒരു നമ്പറാണ് കൊടുക്കുക. അതാണ് നമ്മുടെ നമ്പറിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ചിന്ത എഴുതി കഴിഞ്ഞാൽ ഒരു നമ്പർ നമുക്ക് കിട്ടും. അതൊരു 6 ഡിജിറ്റ് നമ്പർ ആണ് സാധാരണ യൂഷ്വലി ഔട്ട് പേഷ്യൻസിനും ഇൻ പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 6 ഡിജിറ്റ് നമ്പർ ഒരു ന്യൂ ഹോസ്പിറ്റലില് ന്യൂ ഹോസ്പിറ്റലില് ന്യൂ പേഷ്യന്റിന് കൊടുക്കുന്ന ഫസ്റ്റ് ടൈമിൽ മാത്രം കൊടുക്കുന്ന ഒരു നമ്പറാണ്. ക്ലിയർ ആയോ? അത് രണ്ടും ന്യൂ ഹോസ്പിറ്റൽ നമ്പർ ആണ് കേട്ടോ. ന്യൂ ഹോസ്പിറ്റൽ ഇല്ല, ഹോസ്പിറ്റൽ പുതിയ നിർബന്ധമൊന്നുമില്ല അല്ലെ. പഴയ ഹോസ്പിറ്റലൊക്കെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. ന്യൂ ഹോസ്പിറ്റൽ നമ്പർ, പുതിയൊരു നമ്പർ പുതിയ വരുന്ന പേഷ്യൻസിന് ഒറ്റ പ്രാവശ്യം മാത്രം കൊടുക്കും. 2 പോയിന്റ് അണ്ടർലൈൻ ചെയ്യണേ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്യാൻ പറയണേ. പലപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അടുത്തത് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ആണ്. ഇനി പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റെക്കോർഡിന്റെ പോളിസീസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് ഹാവ് ഡിസൈൻഡ് എല്ലാ പേഷ്യൻസിനും വേണ്ടിയിട്ട് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി. ഒരു പേഷ്യന്റിനെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അവരുടെ പേര്, വയസ്സ്, സ്ഥലം, പിന്നെ അവരുടെ സെക്സ്, പിന്നെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ആണല്ലോ അതാണ് ഏറ്റവും അധികം മറ്റ് പേഷ്യൻസിൽ നിന്നും എല്ലാ പേഷ്യൻസിനും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ ഇൻഡെക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ സെൻട്രൽ രജിസ്ട്രേഷൻ ഏരിയ, അതായത് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ ഷീറ്റ് എടുക്കാൻ പറ്റുന്ന ഏരിയയില് ഓരോ ന്യൂ പേഷ്യൻസിനും ഇങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ഐഡന്റിഫിക്കേഷൻ ഇൻഫോർമേഷൻസ് ഡിസൈൻ ചെയ്തു. അതാണ് നമ്മുടെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ആ പേഷ്യന്റ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. രജിസ്ട്രേഷൻ പോയിന്റിൽ വരുന്ന ഒരു പേഷ്യന്റിന്റെ പുതിയതായിട്ട് വരികയാണെങ്കിൽ അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും, അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാ ഇൻഫോർമേഷൻസും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രത്യേകമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് നമ്മള് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ പുസ്തകങ്ങൾക്കൊക്കെ ഇൻഡെക്സ് ഉണ്ടാവില്ലേ? ഇൻഡെക്സ് നോക്കിയിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഈ ഇൻഡെക്സ് എങ്ങനെ തയ്യാറാക്കണം? both manually and electronically with the help of computer. അതായത് നമ്മളുടെ മാനുവൽ ആയിട്ട് എഴുതി വെക്കണം. എന്ന് വെച്ചാൽ മാനുവൽ ആയിട്ട് ബുക്കുകള് വലിയ റെക്കോർഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ റെക്കോർഡ്സിൽ എഴുതണം. ആൻഡ് ഓൾസോ ഇന്നത്തെ കാലത്ത് ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലോ ലാപ്പോ എന്താന്ന് വെച്ചാൽ അതിനകത്തും സേവ് ചെയ്ത് വെക്കണം. മനസ്സിലായോ?
കാരണം ഏത് രീതിയിലും നമുക്ക് ആവശ്യം വരും. അപ്പോ എന്താ പറയാ, രണ്ടും എടുത്ത് നമ്മളിങ്ങനെ എന്താ പറയാ ക്രോസ് ചെക്ക് ഒക്കെ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മാനുവലായിട്ട് ചെയ്തു. ഇത് നമ്മൾ വേരിയേഷൻസ് ഒന്നുമില്ല, ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിലും എന്ത് ചെയ്യുക, എഴുതി വെക്കുക, തയ്യാറാക്കി വെക്കുക, സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ? പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത് പേഷ്യന്റ് ഐ ഡി ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ്. പേഷ്യന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷൻ പോയിന്റിൽ ഒരു എന്താ പറയാ പേഷ്യന്റിന് ഒരു കാർഡ്, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിന് ഓരോരുത്തർക്കും ഒരു കാർഡ് നമ്പർ വെച്ച് കൊടുക്കുന്നു. അതന്നെ ഇവിടെ പറയുന്നത്. ഓരോ പുതിയ പേഷ്യൻസും അവർക്ക് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ ഷുഡ് ബി ഗിവൺ ആൻ ഐഡന്റിഫിക്കേഷൻ കാർഡ്. ഐഡന്റിഫിക്കേഷൻ കാർഡ് അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് കാർഡ് എല്ലാ പേഷ്യൻസിന്റെയും പേഷ്യന്റ് ഐ ഡി ആയിട്ട് കൊടുത്തിരിക്കണം. അതെല്ലാവർക്കും കൊടുക്കും. അത് മറ്റൊരു റെക്കോർഡാണ്. പിന്നെ അത് പിന്നെ ചീട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ നമ്പറിലെ ചീട്ട, അപ്പൊ ആ നമ്പറിലെ ചീട്ട ആൾക്ക് കൊടുത്തു. ഇനി അടുത്ത പേഷ്യന്റ് വരുമ്പോ വേറെ നമ്പറാണ് കൊടുക്കുക. 6 ഡിജിറ്റ് നമ്പറുള്ള അടുത്ത നമ്പർ ചിലപ്പോ അതിന്റെ തൊട്ട് പിന്നെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ചിലപ്പോ ആ സമയത്തിനനുസരിച്ച് വരുന്ന പുതിയ പേഷ്യന്റിന് പുതിയ കാർഡുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ ആണ് നെക്സ്റ്റ് നമ്പർ. ഒരു ഡിജിറ്റെങ്കിലും വേരിയേഷൻ ഉണ്ടായിരിക്കും. എല്ലാ ഡിജിറ്റും ഒരുപോലെ വരില്ല. ക്ലിയർ ആയോ? പേഷ്യന്റ് ഐ ഡി ആൻഡ് അപ്പോയിന്റ്മെന്റ് കാർഡ് ഓരോ പുതിയ പേഷ്യൻസിനും പേഷ്യൻസ് ആയാലും ഔട്ട് പേഷ്യൻസ് ആയാലും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. യെസ്, അടുത്തത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇനി നമ്മൾ പുതിയ പുതിയ പേഷ്യൻസിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഇവരൊക്കെ നേരിട്ട് ഹോസ്പിറ്റൽ എന്താ പറയാ അവർ വീട്ടിൽ നിന്ന് തന്നെ, അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ ഞാനൊരു പേഷ്യന്റ് ആയിട്ട് അവിടെ പോയി രജിസ്റ്റർ ചെയ്തു, പേര് രജിസ്റ്റർ ചെയ്തു, എനിക്ക് ചീട്ട് തരുന്നു, അതൊക്കെ കഴിഞ്ഞു. പക്ഷേ പേഷ്യൻസ് ആർ brought to the hospital with some referrals അല്ലെങ്കിൽ ഫ്രം സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. അപ്പൊ അവർക്കും അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മള് സാധാരണ എന്തെങ്കിലും ഒരു അസുഖം വന്നു നമ്മൾ അടുത്തുള്ള ഒരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഹെൽത്ത് സെന്റേഴ്സിലെ ഹെൽത്ത് സെന്ററിൽ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ഹെൽത്ത് സെന്ററിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ അസുഖങ്ങൾക്കൊക്കെ വേണ്ടി പോകാറുണ്ട്. സാധാരണ ഹെൽത്ത് സെന്ററിൽ തൊട്ടടുത്ത് എന്തെങ്കിലും ഉള്ളവരാണ് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് എപ്പോഴാണെന്നറിയോ? കൊച്ചുങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അല്ലെ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ 5, 10, 15 വരെയുള്ള പ്രായത്തിനിടയിലൊക്കെ ആ പ്രായത്തിൽ ഓരോ ഇഞ്ചക്ഷൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞ് ജനിച്ചു കിടക്കുന്ന 45 ദിവസം മുതൽ അങ്ങനെയൊക്കെ കുറെ ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഹെൽത്ത് സെന്ററിൽ സാധാരണ പോകാറുള്ളത്. അമ്മയ്ക്ക് കൊച്ചിനൊക്കെ പല കാര്യങ്ങൾക്കും വേണ്ടി പോകേണ്ടി വരും അല്ലെ, ഒരു കാരിയും സ്റ്റേജ് തുടങ്ങി അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഹെൽത്ത് സെന്റേഴ്സിൽ പോകുക. പക്ഷെ ചില അടുത്തൊക്കെ ഹെൽത്ത് സെന്റർ ഒക്കെ നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. നമ്മൾ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ഹെൽത്തിൽ പോയിട്ടൊക്കെ മരുന്ന് വയ്ക്കും. അപ്പൊ ഇങ്ങനെ ഹെൽത്ത് സെന്റേഴ്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഡോക്ടറൊക്കെ ആണെങ്കിൽ റെഫർ അവിടുത്തെ ഹോസ്പിറ്റൽസുകാരോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്റേഴ്സുകാരോ വേണമെങ്കിൽ റെഫർ ചെയ്യും. ഇന്നൊരു ഹോസ്പിറ്റലിൽ വേണ്ടി ഇതൊന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റൽസിൽ മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം. മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? മനസ്സിലായോ? ക്ലിനിക്കിലൊക്കെ നമ്മൾ പോവാറില്ലേ ഡോക്ടറെ കാണാൻ? അവരുടെ മാത്രം അവര് പേഴ്സണലി ഇട്ടിരിക്കുന്ന ക്ലിനിക്കിൽ പോയിട്ട് ഡോക്ടറെ കാണാറുണ്ട്, കുട്ടികളെയും കാണിക്കാറുണ്ട്. അപ്പൊ അവരവിടുന്ന് റെഫർ ചെയ്യട്ടെ, ഇത് നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കും, ഇന്ന ഡോക്ടറെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ടോ? അതിന് റെഫറൽ എന്ന് പറയുന്നത്. റെഫർ ചെയ്ത് വിടുന്നത് ഇത് മിണ്ടല്ലോ, തമ്പില്ല. അതന്നെ. അപ്പൊ അങ്ങനെ പോകുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ അങ്ങനെ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും റെഫറൽസ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. അപ്പൊ അവർക്ക് ഒരു എന്ത് ചെയ്യണം, ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ഹോസ്പിറ്റൽസും അതിലൊരു പ്രത്യേകം മെഡിക്കൽ റെക്കോർഡ്സ് വേറെ വയ്ക്കണം. കാരണം അവർ റെഫർ ചെയ്ത് വന്നതാ. അവര് സാധാരണ എല്ലാ ചിലപ്പോ എല്ലാ ഹെൽത്തിലൊക്കെയാണ് കാണുക, അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ട് കാണുന്നവരായിരിക്കാം. പക്ഷെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ ഡോക്ടർക്കോ അല്ലെങ്കിൽ ആ ക്ലിനിക്കിലെ ഹെൽത്ത് സെന്ററിലോ ആളുകൾക്ക് ചിലപ്പോ എന്താ പറയുക കൂടുതൽ ഫർദർ ട്രീറ്റ്മെന്റിലേക്ക് ചിലപ്പോൾ പോകാൻ അവർക്ക് പറ്റില്ലായിരിക്കാം. അത്തരം കേസസിലാണ് ഇവര് റെഫർ ചെയ്ത് ഹോസ്പിറ്റൽസിലേക്ക് വിടുക. പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇന്ന ഡോക്ടറെ കാണുന്നൊക്കെ പറഞ്ഞവര് സജസ്റ്റ് ചെയ്യും. ആ ഒരു റെഫറൻസ്. ഇനി എല്ലാ പേഷ്യൻസിനെയും ആ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തില് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ത്രൂ ആണ്. അതായത് റെഫറൻസ് ആയിട്ട് വരുന്നവരായിക്കോട്ടെ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ രജിസ്ട്രേഷൻ പോയിന്റിലോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിലോ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പേര് പറ്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുക.
പക്ഷേ ഇന്നതൊഴികെ ഇൻ സം ലേബർ കേസസ് ആൻഡ് ഓൾസോ എമർജൻസി കേസസ് ഏത് സിസ്റ്റം ഒഴികെ ലേബർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ട് പ്രഗ്നൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കേസ് അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും. അതിനൊക്കെ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തുകാരൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ മറ്റ് എമർജൻസി കേസസ്, ആക്സിഡൻസ്, പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് വരുന്നവര് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താ? നമ്മള് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ പോകുന്നവരല്ലേ, സാധാരണക്കാര് പറയുന്ന ആ ഒരു വാക്കിനെ ഈ രീതിയിലാണ് മെഡിക്കൽ ഫീൽഡുകാർ ഉപയോഗിക്കുക. ഏത് വാക്കാ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ വരുമ്പോ നമുക്ക് ഈ പറഞ്ഞ അപ്പോയിന്റ് സിസ്റ്റവും രജിസ്ട്രേഷൻ സിസ്റ്റവും ഒക്കെ നമുക്ക് നോക്കിക്കാൻ പറ്റില്ല. അവരെയൊക്കെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ട് അതൊഴികെ ബാക്കി ഏത് കാര്യവും അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ പോയിന്റ് കൂടി മാത്രമേ പേഷ്യൻസിനെ അകത്തേക്ക് ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം മനസ്സിലായോ? അപ്പൊ ഓരോ മെഡിക്കൽ റെക്കോർഡുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോളിസീസ് ആണ് പറയുന്നത്. ഓരോ മെഡിക്കൽ റെക്കോർഡ്സിന് നമ്മളിപ്പോ പറഞ്ഞത് രജിസ്ട്രേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. നമ്പർ, അവർ കൊടുക്കുന്ന നമ്പർ, ആ ഷീറ്റിന്റെ നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ പേഷ്യന്റിന്റെ ID, ഐഡന്റിഫിക്കേഷൻ കാർഡ് അവർക്ക് കൊടുക്കുന്നത്, അപ്പോയിന്റ്മെന്റ് കാർഡ് കൊടുക്കുന്നത്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ പോളിസീസും ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയോ? അവിടെ വരെ ഓക്കെ ആണോ? ഫ്രണ്ടിലോട്ടാ ശ്രദ്ധിക്കൊണ്ട് പറഞ്ഞോട്ടെ, ഫ്രണ്ടിലോട്ട് മുമ്പോട്ട് പറഞ്ഞു പോട്ടെ. ഇതിനൊക്കെ ചിലപ്പോ പറയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. ഇനി എന്താ? ഇൻവെസ്റ്റിഗേഷൻ പല രോഗികളിലും പല കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്താണ് രോഗം, രോഗത്തിന്റെ റീസൺ എന്താണ്. ഇതൊക്കെ വേഗമൊന്നും ഒരാളുടെ മുഖത്ത് നോക്കിയോ സ്റ്റെതസ്കോപ്പ് മാത്രം വെച്ച് നോക്കിയോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പല കാര്യങ്ങളും എന്താ പറയാ ടെസ്റ്റിലൂടെയും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും തീർച്ചയായിട്ടും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്, അതുപോലെ തന്നെ അത് ഇൻ പേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്തു, അവരിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തു, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കി അതൊക്കെ റെക്കോർഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഓരോ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആരൊക്കെയാണോ എന്തൊക്കെയാണോ ചെയ്യുന്നത് അവര് അതാത് സ്ഥലത്തൊക്കെ റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ലാബിൽ എന്തെങ്കിലും പരിശോധന ലാബിൽ അതിന്റെ റെക്കോർഡ് കൃത്യമായിട്ട് ഓരോ പേഷ്യൻസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കോർഡ്സ് തന്നെ കീപ്പ് ചെയ്യും. പിന്നെ പേഷ്യന്റ് എനെ ചിലപ്പോൾ യൂറിനോ അല്ല ബ്ലഡോ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് അത് റിസൾട്ട് ആളുടെ പേരും ഒട്ടും തന്നെ മാറിപ്പോകാതെ ഒരാളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വേറൊരാളുടെ ഈ പേരിൽ കൊണ്ടുപോയി എഴുതി വെച്ചാൽ എന്താ അർത്ഥം? ഫെയിലിയർ ആയിരിക്കും അല്ലെ. പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് മരുന്നൊക്കെ മാറി കൊടുക്കേണ്ടി വരും ഇല്ലേ. ഈ റിസൾട്ട് പ്രകാരമായിരിക്കും പെർഫെക്റ്റ് ട്രീറ്റ്മെന്റ് ഡോക്ടർമാർ ചെയ്യാം. റിസൾട്ട് നോക്കിയപ്പോ വേറൊരാളുടെ റിസൾട്ട് ഉള്ളത് വേറെ പേഷ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്ക് കൊടുക്കുന്ന മരുന്നും ഇതൊക്കെ മാറിപ്പോകും. എല്ലാം മൊത്തം തകിടം മറിയും അല്ലെ. അപ്പൊ അതൊക്കെ വരാൻ പാടില്ല. കൃത്യമായിട്ട് അത് സ്പെസിഫിക് റെക്കോർഡുകളെല്ലാം തന്നെ കീപ്പ് ചെയ്യണം. ഔട്ട് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് തന്നെ നോക്കി തന്നെ മാറിപ്പോകാതൊക്കെ ചെയ്യണം. ഓക്കെ, ഇനി ഇൻ പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കാം. ഡോക്ടർമാരത് സ്വീകരിച്ച് ആൻഡ് ഓൾസോ അത് ആരിൽ നിന്നാണോ ആരാണ് കൊടുക്കുന്നത്, വാർഡിന്റെ ക്ലർക്കോ അല്ലെങ്കിൽ നഴ്സോ ആരൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് വാങ്ങിച്ചു നോക്കി ശരിയാണെന്ന് നോക്കണം. അത് കൃത്യമായി ചെക്ക് ചെയ്യേണ്ടതൊക്കെ ഇവരാണ്. വാർഡ് ക്ലർക്കും അതുപോലെ നഴ്സും ആണ് കൃത്യമായിട്ട് സീൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? യെസ്. അടുത്തത് ഹെൽത്ത് സെന്റർ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഹോസ്പിറ്റൽസിൽ ചിലപ്പോഴൊക്കെ റെഫറൽ ലെറ്റേഴ്സ് ഫ്രം ദ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലിനിക്കിൽ നിന്നൊക്കെ സാധാരണ പേഷ്യൻസിനെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വിടും. ഞാനൊരു ഹെൽത്ത് സെന്ററിൽ പോയി എനിക്ക് എന്തെങ്കിലും രോഗമായിട്ട്, അപ്പൊ അവരവിടെ അത് നോക്കിയിട്ട് അവർക്ക് ഫർദർ ട്രീറ്റ്മെന്റ് ചിലപ്പോ നടത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാകാം. ചിലപ്പോ എന്തെങ്കിലും രോഗങ്ങൾ ഇപ്പൊ ഹെൽത്ത് സെന്റേഴ്സിനൊക്കെ നമുക്കറിയാം അത്രയധികം ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല അല്ലെ. ഒരു ഹെൽത്ത് സെന്ററിൽ ഒരു ഹോസ്പിറ്റലിന്റേതായ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാവുന്നുണ്ടോ? ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? പോയിട്ടില്ലേ? കൊച്ചുങ്ങളെങ്കിലും കുത്തിക്കാനെങ്കിലും കൊണ്ടുവരുന്നുണ്ടാവും. പക്ഷെ അവിടെ അധികം ആധുനിക സൗകര്യങ്ങൾ കുറവായിരിക്കും അല്ലെ. പല ടെസ്റ്റുകൾ നടത്താനോ ട്രീറ്റ്മെന്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാനോ പറ്റില്ല. സോ ദേ റെഫർ
that patients or direct such patients to the hospital. അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് ചെയ്യും നമ്മുടെ ഹെൽത്ത് സെന്ററുകാർ. അപ്പൊ തീർച്ചയായിട്ടും റെഫറൽ ലെറ്ററുമായിട്ടായിരിക്കും അവർക്ക് വരും. വെറുതെ നിങ്ങൾ അങ്ങനെ പൊക്കോന്ന് പറഞ്ഞിട്ടല്ല, അവർ റെഫറൽ ലെറ്റർ തരും. ഹെൽത്ത് സെന്റേഴ്സുകാർ ഹെൽത്ത് സെന്ററിന്റെ ആ ഒരു ലെറ്റർ പാഡിനകത്ത് ഡോക്ടർ രോഗി ഇവിടെ വന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇന്ന മരുന്ന് ഞാൻ കൊടുത്തു, പക്ഷേ ഇതാണ് എന്നുള്ള കണ്ടീഷനൊക്കെ എഴുതി അവർ കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്ത് അത് റെഫറൽ ലെറ്റർ ആയിട്ട് ആളുടെ കയ്യിൽ, ആളല്ലെങ്കിൽ ആളുടെ കൂടെ വന്നിരിക്കുന്ന ആരാണോ അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹോസ്പിറ്റലും ഹെൽത്ത് സെന്ററും ഒരു ക്ലിയർ റെഫറൽ, അതനുസരിച്ച് ഹെൽത്ത് സെന്റർ എന്തൊക്കെ ചെയ്തു, ഹോസ്പിറ്റൽസുകാർ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൽ നിന്നാണ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്താണ് രോഗിയുടെ കാര്യങ്ങൾ എന്നുള്ളത്. അപ്പൊ അവർ ക്ലിയർ റെഫറലായിരിക്കണം ഹെൽത്ത് സെന്ററുകാർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് ബാക്കി ഹോസ്പിറ്റൽസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാ പേഷ്യൻസും വെദർ ദേ ആർ ന്യൂ ഓർ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ്, അത് പുതിയ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ അല്ല എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ ആ റെഫറൻസ് വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിന്റെ കാര്യത്തിലാണ് നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ്, ആരാണ് ഈ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് എന്ന് വേണം നമുക്ക് അറിയണ്ട, അറിയേണ്ടതല്ല, നമുക്കത് ഡീപ്പായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല പഠിക്കാനായിട്ട്, പക്ഷെ ഒന്നും അറിഞ്ഞില്ല എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാലില്ലേ. ഇപ്പൊ നമ്മള് ഒരു 2-3 വർഷമായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷമെങ്കിലും ആയിട്ട് നമ്മള് നമ്മളെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള, അതായത് ഒരു ഫാമിലി ഡോക്ടർ പോലെയോ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഡോക്ടേഴ്സ്, അവരെ സംബന്ധിച്ച് നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യന്റ് ആണ്. കാരണം നമ്മൾ ഒരു 2-3 കൊല്ലമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോ ആ ഡോക്ടറെ തന്നെ പോയി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് ഒരു 3 കൊല്ലമൊക്കെ ഒരു പേഷ്യന്റിനെ തന്നെ പല രോഗങ്ങളായിട്ട് വരുമ്പോഴൊക്കെ ട്രീറ്റ് ചെയ്ത് ഏകദേശം അവരുടെ ഒരു ബോഡിയുടെ മറ്റു എല്ലാ കാര്യങ്ങളും രോഗത്തിന്റെ അവസ്ഥകളൊക്കെ ആ ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. കാരണം ഒരു 2-3 കൊല്ലമായല്ലോ ഈ ഡോക്ടർ ഈ ഒരു പേഷ്യന്റിനെ പലപ്പോഴായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു പല രോഗങ്ങൾക്ക്. അപ്പൊ ആളുടെ ഒരു എന്താ പറയാ രോഗത്തിന്റെ അവസ്ഥയും ആ ബോഡിയുടെ പ്രത്യേകതകളൊക്കെ ആളുകൾക്ക്, ആ ഡോക്ടേഴ്സിന് മനസ്സിലാകും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത്തരം പേഷ്യൻസ് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് ആണ്. മനസ്സിലായോ? ആരാണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടുള്ളൂ. ഒരു 2-3 വർഷമായിട്ട്, ഒരു 3 വർഷമെങ്കിലും ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ കൃത്യമായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് പല രോഗങ്ങൾക്കായിട്ട് എല്ലായ്പ്പോഴും 3 കൊല്ലമായിട്ട് ഹോസ്പിറ്റലിൽ കയറണമെന്ന് അല്ലട്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴായി, അതിനാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, പലപ്പോഴായിട്ട് പല കാര്യങ്ങൾക്കും പല രോഗങ്ങൾക്കും നമ്മൾ തന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള പേഷ്യൻസ് ആ ഡോക്ടറെ സംബന്ധിച്ചോളം എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസ് ആണ്. മനസ്സിലായോ? യെസ്. അപ്പൊ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് എന്താ പറയാ ഈ റെഫറൻസുമായിട്ടായിരിക്കും ഇത്തരം പേഷ്യൻസ് വരുന്നതെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള ആ റെഫറൽ ലെറ്ററിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ് ഇവര് പുതിയ കാര്യങ്ങൾ ഈ പേഷ്യന്റിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ റെക്കോർഡ്സ് ആയിട്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ റെക്കോർഡും അതുപോലെ ഹോസ്പിറ്റൽസിന്റെ പിന്നെ പുതിയത് അവർ തുടങ്ങുന്ന ബാക്കി ട്രീറ്റ്മെന്റുകളുടെ റെക്കോർഡ്സ് ഒക്കെ കൂടി കൃത്യമായിട്ടൊക്കെ വെക്കണം. അത് പുതിയ പേഷ്യൻസിനും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻസിനും അല്ലെ. അല്ലാതെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഹെൽത്ത് സെന്ററുകാർ കൊടുത്തതാ അത് എന്നൊക്കെ പറഞ്ഞ് പലതും പറയാൻ പാടില്ല. ഹെൽത്ത് സെന്ററുകാർ കൃത്യമായിട്ട് തന്നെ കറക്റ്റ് ഇൻഫോർമേഷൻസ് തന്നെ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതി ആ റെഫറൽ ലെറ്റർ ആയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിന്റെ ഇത് പിടിച്ചിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നത് ഹോസ്പിറ്റൽസുകാർ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ഇതിനോട് സിങ്ക് ചെയ്ത് അവർ വെക്കണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അടുത്തത് റെഫറൽ ഓഫ് എ പേഷ്യന്റ്. നമുക്ക് പോയിന്റ് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഹെൽത്ത് സെന്റേഴ്സുകാര് റെഫറൽസ് കൊടുത്തു വിടുന്നതായിരുന്നു. അപ്പൊ ആ റെഫറൽസുമായി ബന്ധപ്പെട്ട് ചില പോളിസീസ് ഉണ്ട്. എങ്ങനെയാണ് റെഫറൽ കൊടുത്തു വിടുന്നത്? 3 എണ്ണം തയ്യാറാണ്. 3 കോപ്പീസ് വിൽ ബി റിസീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഈ റെഫറൽസ് കൊടുത്തുവരുന്ന വിടുന്ന നമ്മളുടെ ഹോസ്പിറ്റൽസിൽ നിന്ന്, സോറി ഹെൽത്തിൽ നിന്നോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയാ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസിൽ നിന്നോ ഈ റെഫറൽസ് ആയിട്ട് വരുമ്പോൾ അതിന്റെ 3 കോപ്പീസും ആയിട്ടായിരിക്കും പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പൊ 3 എണ്ണം ഹോസ്പിറ്റലുകാർ റിസീവ് ചെയ്യും. അതിൽ ആദ്യത്തെ 2 കോപ്പീസ്, ഫസ്റ്റ് 2 കോപ്പീസ്, 2 കോപ്പീസ് എന്ത് ചെയ്യും? അത് ഹോസ്പിറ്റലില്, നമ്മൾ പോകുന്ന ഹോസ്പിറ്റലില് പ്രസന്റ് ചെയ്യും ആ പേഷ്യന്റ്. അതില് 3ാമത്തെ കോപ്പിയിലെ അത് എവിടെ നിന്നാണ് കൊടുത്തുവിടുന്നത്, ഏത് ഹെൽത്ത് സെന്ററിൽ നിന്നോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിന്നോ ആരാണ് കൊടുത്തുവിടുന്നത് അത് അവിടെ തന്നെ സൂക്ഷിക്കും.
അത് തയ്യാറാക്കും. ഒരെണ്ണം വേണ്ടി തയ്യാറാക്കിയിട്ട് അതിന്റെ കോപ്പി എടുക്കുന്ന, മനസ്സിലായ? 2 കോപ്പി എടുക്കും. അപ്പൊ 3 ഇതില് 2 ഹോസ്പിറ്റൽസിലേക്ക്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഇവര് ഡിറക്ട് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന്റെ അക്കൗണ്ട് കൊടുത്തു വിടും. ഇതിൽ 1 കോപ്പി അവിടെ ഹെൽത്തിൽ തന്നെ വയ്ക്കും. ആ എവിടെയാണോ ആ കൊടുത്തു വിടുന്നത് ആരാണോ അവിടെ തന്നെ വയ്ക്കും. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഹെൽത്ത് സെന്റർ, എന്റെ അടുത്തൊരു പേഷ്യന്റ് വരാണ്. അപ്പൊ നമ്മള് അയ്യോ നമ്മളെ കൊണ്ട് കുട്ടിയെ കൂടുതലുള്ള രീതിയിലാണെങ്കിൽ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ പ്രൊവൈഡ് ചെയ്തോ, ഇവിടെ ഒരു പനിയുടെ മരുന്നെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ കോപ്പി എടുക്കുന്നു. അത് ആ 1 കോപ്പി ഞാൻ തന്നെ വെക്കുന്നു. ബാക്കി 2 ഈ പേഷ്യൻസിന്റെ അവരുടെ ഏതെങ്കിലും ബൈസ്റ്റാൻഡേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത് കൊടുത്തിട്ട് ഇന്ന ഹോസ്പിറ്റലിലേക്കാണ് അത് കൊടുത്തേക്കണേ, അത് അവിടെ കൊണ്ടുപോയി ഇത് അവിടുത്തെ ഡോക്ടറെ ഇന്ന ഡോക്ടറെ കാണിക്കാതെ പറഞ്ഞ് കൊടുത്തു വിടുന്നു. ആ 2 മനസ്സിലായോ? ക്ലിയർ ആയോ? റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. റീറ്റെയിൻ മീൻസ് മലയാളം റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിലനിർത്തുക, അവിടെ തന്നെ നിലനിർത്തിയിട്ട് ബാക്കി 2 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പൊ റെഫറലുമായിട്ട് വരുന്ന പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. ആ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം എല്ലാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോ ആ ഫസ്റ്റ് കോപ്പി, അതിന് 2 കൊടുത്തിട്ടില്ലേ ഹോസ്പിറ്റൽസിലേക്ക്, അതിൽ 1 കോപ്പി തിരിച്ച് ഹെൽത്ത് സെന്ററിലേക്ക് തന്നെ പേഷ്യന്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ ആയിട്ട് കൊടുത്തു വിടും. എങ്ങനെയാണോ ചിലപ്പോ വേണമെങ്കിൽ ഇപ്പൊ നെറ്റ് സൗകര്യം, ഇന്റർനെറ്റ് സൗകര്യം ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ അവർക്ക് ഇമെയിൽ ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. കോപ്പി ആ 2 കോപ്പി കൊണ്ടുപോയി 1 തിരിച്ച് ഹെൽത്ത് സെന്ററിൽ എവിടെ നിന്നാണോ റെഫറിൽ വന്നേ അവിടേക്ക് തന്നെ തിരിച്ചയക്കുന്നു. എന്തിനായിരിക്കും? ഫോർ ഫീഡ്ബാക്ക്. ഇന്ന രോഗിക്ക് ഇന്നതായിരുന്നു കാരണം, അതിന് ഞങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളൊരു കാര്യം ഒരു ഡോക്ടർ ഞാൻ കൊടുത്തുവിട്ടതല്ലേ, ഇന്നൊരു രോഗിനെ കൂടി അവിടെ കിട്ടിയില്ലേ, അപ്പൊ അവർക്ക് ചികിത്സ കൊടുക്കുമ്പോ അവരുടെ പൈസ കിട്ടുമല്ലോ. എന്തായാലും അത് തന്നെയാണ്, ഇതൊരു രീതി. അതാണ് അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നിൽക്കട്ടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റിന് ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയിച്ചുകൊണ്ട് ഫീഡ്ബാക്ക് ഇൻഫോർമേഷൻ ഹെൽത്ത് സെന്ററിലേക്ക് പാസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിൽ 1 കോപ്പി തിരിച്ച് ഹെൽത്ത് സെന്ററിലേക്കോ എവിടെ നിന്നാണ് കൊടുത്തുവിട്ടെ അവിടേക്ക് തന്നെ കൊടുക്കുന്നു. അതിലെ ബാക്കി വന്ന 1 കോപ്പി വീണ്ടും ഹോസ്പിറ്റലുകാർ സൂക്ഷിക്കുന്നു. ഇപ്പൊ എവിടെയൊക്കെ കോപ്പി ഉണ്ട്? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ എത്രയൊക്കെ കോപ്പി ഉണ്ട് എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് പറഞ്ഞു നിർത്താണ്. ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ബാക്കി ചെയ്യാം. ഇപ്പൊ എവിടെയാണ് എത്ര കോപ്പി ഉണ്ട്? ഹെൽത്ത് സെന്ററിൽ ഇപ്പൊ ലാസ്റ്റ് എന്താ പറയാ ഇവിടെ നിന്ന് കൊടുത്തു വിട്ടു, 3 കോപ്പി എടുത്തു, 1 അന്നേരം അവിടെ ഹെൽത്ത് സെന്ററിൽ ഇപ്പൊ 2 കോപ്പി ഉണ്ട്, ഹോസ്പിറ്റലിൽ 1 കോപ്പി ഉള്ളൂ. പക്ഷെ പോയപ്പോ അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഹോസ്പിറ്റലിലേക്ക് 2 കൊടുത്തു വിട്ടിരുന്നു അല്ലേ? അത് മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല? അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.